പ്രപഞ്ച ചൈതന്യവും ശക്തിയും ആവാഹിച്ച ശ്രീ ലളിതാംബികയുടെ വാസസ്ഥാനമായും ശരീരമായും സങ്കല്പിക്കുന്ന ശ്രീചക്രം, തന്ത്രശാസ്ത്രത്തിലെ കേവല പ്രതീകമായ ശ്രീചക്രം, ശബ്ദവും രൂപവും തമ്മിലുള്ള ബന്ധവും ശ്രീചക്രത്തിന്റെ സാമാന്യ ഘടന എന്നിവയെക്കുറിച്ചും പ്രതിപാദിക്കുന്നത് ശ്രദ്ധിക്കൂ. ആധുനിക ശാസ്ത്രവീക്ഷണത്തിൽ ശ്രീചക്രത്തിന് വളരെ വ്യാപകമായ അർത്ഥമുണ്ടെന്ന് കാണാൻ കഴിഞ്ഞിരിക്കുന്നു. തന്ത്രശാസ്ത്രത്തിലെ പ്രതീക സങ്കല്പത്തിൽ കവിഞ്ഞ് ലളിതാംബികയുടെ മൂലമന്ത്രത്തിന് വ്യാപ്തിയുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു. മാത്ര, സ്വരക്രമം ഇവകളെ അനുസരിക്കുന്ന മന്ത്രശബ്ദത്തിന്റെ ശാക്തിക ചലനങ്ങൾ അന്തരീക്ഷത്തിൽ അതിവിശിഷ്ടമായ രൂപപരിണാമങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് പരീക്ഷണം തെളിയിക്കുന്നത്. ഓം ഹ്രീം ലളിതാംബികായേ നമ കയേ ഈ ലഹ്രീം ഹസകഹലഹ്രീം സകലഹ്രീം എന്ന് ലളിതാംബിക മൂലമന്ത്രം സ്വരമാത്രാക്രമത്തിൽ ടോണോസ്കോപ്പിൽ ഉച്ചരിക്കുമ്പോൾ അതിൽ തെളിഞ്ഞു വരുന്നത് ശ്രീചക്രത്തിന്റെ രൂപമാണ്. ദ്വിമാനതലത്തിലുള്ള ഗ്രാഫായി ചിത്രീകരിക്കുകയാണ് ടോണോസ്കോപ്പ് ചെയ്യുന്നത്. മാത്രാക്രമം തെറ്റാതെ മൂലമന്ത്രം ഉച്ചരിക്കുമ്പോൾ അതിൽ ലേസർ ഹോളോഗ്രാഫി ഉപയോഗിച്ചാൽ ത്രിമാനതലത്തിലുള്ള, അതായത് 3 ഡയമെൻഷണൽ രൂപപരിണാമം സംഭവിക്കുന്നതായി കാണാം. 4 കൈകളോടുകൂടിയ ശ്രീ ലളിതാംബികാദേവിയുടെ രൂപം ശ്രീചക്രത്തിൽ നിന്ന് പരിണാമം പ്രാപിക്കുന്നത് അത്യത്ഭുതകരമായ ഒരു ശാസ്ത്ര സിദ്ധാന്തമായി മാറിയിരിക്കുന്നു. ശബ്ദത്തിനും രൂപത്തിനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം പ്രത്യേക ചലനക്രമത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന ശാസ്ത്ര സിദ്ധാന്തം ഭാരതത്തിലെ ഋഷി പരമ്പര എത്ര വിദഗ്ധമായി ക്രമപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇതിലൂടെ കണ്ടെത്തുവാൻ കഴിയും. വിഗ്രഹം, യന്ത്രം, മൂലമന്ത്രം എന്നിവയുടെ പരസ്പര ബന്ധങ്ങളും അവയ്ക്ക് അടിസ്ഥാനമായ ശാസ്ത്രീയതയും അന്തരീക്ഷത്തിൽ വ്യക്തവും നിർദ്ദിഷ്ടവുമായ രൂപപരിണാമങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് അറിഞ്ഞിരുന്ന ശാസ്ത്രജ്ഞന്മാരായിരുന്നു പൂർവ്വഭാരതത്തിലെ ഋഷി പരമ്പര. പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളുടെയും ഉള്ളറയിലിരിക്കുന്ന അന്തര്യാമിയായ ചൈതന്യത്തിൽ നിന്ന് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെടുന്നു എന്ന വേദസിദ്ധാന്തം ദേവതാസങ്കല്പങ്ങളിലെ രൂപത്തെയും തദനുഗുണമായ മന്ത്രഭാഗങ്ങളെയും എത്രമാത്രം പൊരുത്തപ്പെടുത്തുന്നു എന്നും ഇതിലൂടെ മനസ്സിലാക്കാം. ശാസ്ത്രത്തിന്റെ ഒരു നവീന സിദ്ധാന്തത്തിലേക്ക് വെളിച്ചം വീശുന്ന ഈ പരീക്ഷണം മൂലമന്ത്രത്തിന്റെ ചലന സ്രോതസ്സുകളിൽ നിന്ന് പരിണാമം പ്രാപിച്ച് 4 കൈകളുള്ള ദുർഗാസ്വരൂപം വരെ എത്തിച്ചേരുന്നു. ഇവിടെ യോഗസൂത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ശബ്ദ തന്മാത്രകളും ശബ്ദ പ്രതിപതനശേഷിയും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായി കാണാം. ഈ തത്വം വസ്തുക്കളുടെ സൃഷ്ടിക്കും നിലനിൽപ്പിനും നിയന്ത്രണം നൽകുന്ന അതിഗഹനമായ ഒരു സിദ്ധാന്തമായി നിലകൊള്ളുന്നുവെന്ന സത്യം അഭിമാനത്തോടെ സ്മരിക്കേണ്ടതല്ലേ? പ്രപഞ്ചമൊട്ടാകെയുള്ള ജീവരാശികളിലെ ജീവചലനക്രമവും അവയുടെ പ്രതിപതന ശേഷിയും ബന്ധപ്പെട്ട് രൂപം കൊള്ളുന്നു. ശക്തിസ്രോതസ്സുകളുടെ മാത്രാക്രമങ്ങൾ ഒരുമിച്ച് ചേരുന്ന പ്രണവ സിദ്ധാന്തം പരീക്ഷണത്തിന് ഇനിയും വിധേയമാക്കേണ്ടതാണ്. ശബ്ദങ്ങളുടെ തന്മയീഭാവവും ശബ്ദലയ സിദ്ധാന്തവും പ്രപഞ്ചരഹസ്യങ്ങളെ വെളിവാക്കുന്ന മന്ത്രങ്ങളായി രൂപപ്പെടുമ്പോൾ മഹായോഗികൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളും ദർശന സിദ്ധാന്തവും ശാസ്ത്രത്തിന്റെ മൂടുപടം ഇളക്കുകയാണ് ചെയ്യുന്നത്.